ഈ കേസ് ആദ്യം അന്വേഷിക്കുന്നത് നടക്കാവ് പോലീസാണെന്ന് പറയപ്പെടുന്നു. ഈ മാമിയെ കാണാതായിട്ട് ഒരു വർഷമാകുമ്പോഴും കോഴിക്കോട് പോലും അതൊരു വലിയ വാർത്തയായിട്ടില്ല, അതൊരു വലിയ ചർച്ചയായിട്ടില്ല. അങ്ങനെ ചർച്ചയാവാതിരിക്കാൻ മാത്രം എന്താണ് ഒരു പൗരപ്രമുഖനോ അങ്ങനെയൊന്നും അല്ലാത്ത ഒരാളാണോ ഈ മാമി? ആളുകൾക്ക് അങ്ങനെ ബന്ധമൊന്നും ഇല്ലാത്ത ആളാണോ മാമി? എല്ലാവരായിട്ടും നല്ല ബന്ധമുള്ള ആളാണ്. പിന്നെ സ്വന്തം പ്രയത്നത്താൽ തന്നെയാണ് കാലിക്കറ്റിൽ വന്നിട്ട് ആ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നല്ലൊരു ഇത് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ അദ്ദേഹത്തിന് സാധിച്ചു. ഒരുപാട് ആളുകളായിട്ട് ബന്ധമുള്ള ആളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതത്തിൻ്റെ ആൾക്കാരായാലും മതനേതാക്കന്മാരായാലും രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരായാലും എല്ലാവരുമായിട്ട് തന്നെ ഈ മാമിക്ക് നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തെ കാണാതായ 2023 ഓഗസ്റ്റ് 21 അദ്ദേഹത്തെ കാണാതായത്. അദ്ദേഹത്തെ കാണാതായതിൻ്റെ പിറ്റേന്ന് മുതൽ ഈ സഹോദരൻ അബ്ദുള്ളയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കസിൻ ബ്രദറും കുടുംബമൊക്കെ തന്നെ നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുകയാണ്. അത് 22-ാം തീയതിയാണ് പരാതി കൊടുക്കുന്നത്. പിന്നെ ഭാര്യ റംലത്ത് പരാതി കൊടുക്കുന്നത് 22-ാം തീയതിയാണ്. അതിനുശേഷം ഈ കാലം അത്രയും ക്രൈംബ്രാഞ്ച് അല്ലെങ്കിൽ SIT രൂപീകരിക്കുന്നതിന് മുമ്പ് വരെ ഈ കുടുംബം നിരന്തരമായിട്ട് പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയതാണ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയപ്പോൾ ശരിയായ രീതിയിൽ അന്വേഷണം പോകുന്നില്ല എന്ന് കുടുംബത്തിന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം കൊടുത്തിട്ട് 90 ദിവസം പോലും ആയിട്ടില്ല. അതിന് മുമ്പേ തന്നെ ഈ കേസിൽ ഇപ്പം ഇതിൽ നമ്മളെ കുറേ സംശയങ്ങൾ, അതായത് കുടുംബത്തിനും നാട്ടുകാർക്കും ആക്ഷൻ കമ്മിറ്റിയിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്ന പല സംശയങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് ഈ മാമി കേസിൻ്റെ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ ആരായാലും അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത് ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിന് ഉപദേശങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് നിന്ന് കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെയൊക്കെ ആ ഉപദേശങ്ങളൊക്കെ തന്നെ ഇവരെ മിസ്ഗൈഡ് ചെയ്തെന്നാണ് നാട്ടുകാരായ ഞങ്ങൾക്ക് മനസ്സിലായത്. മാമി നല്ല പ്രമുഖൻ തന്നെയാണ്. അദ്ദേഹം ഒരു പല മതസംഘടനകളായിട്ട് ബന്ധമുണ്ടെങ്കിൽ പോലും ഒരു മതസംഘടനയുടെ പ്രവർത്തകനായിട്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിൻ്റെ പ്രവർത്തകനായിട്ടോ അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എല്ലാവരുമായിട്ട് നല്ല ബന്ധം ഉണ്ടായിരുന്നു. ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ പൊതുവിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന ആളാണ്. പൊതുവിഷയങ്ങളില്ല. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ തന്നെ ഈ ചാരിറ്റി രംഗത്തൊക്കെ മാമിയുടെ ഒരു കയ്യൊപ്പ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതായത് ബാലുശ്ശേരി പ്രദേശങ്ങളായിക്കോട്ടെ, പിന്നെ മാമി തന്നെ ചെയ്യുകയും ചെയ്ത്, കൂടാതെ മാമിക്ക് ബന്ധമുള്ള നല്ല ബിസിനസ്സുകാരെ കാര്യം അവതരിപ്പിച്ചുകൊണ്ട് പല സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മാമി ഇറങ്ങി തിരിച്ചിരുന്നു. അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനല്ലാത്തത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ മതത്തിൻ്റെ നേതാവല്ലാതെ തന്നെ ആൾ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു വ്യക്തിയായിരുന്നു. ശരി അസ്ലം, നിങ്ങൾ ഈ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാനുള്ള കാരണം എന്താണ്? ഈ അന്വേഷണത്തിൽ നിങ്ങൾക്ക് സംശയം വരാനുള്ള കാരണം എന്താണ്? ഞങ്ങൾ ഈ അദ്ദേഹത്തിനെ കാണാതായത് 21-ാം തീയതി രാത്രി കഴിഞ്ഞ് ഒരു 3 ദിവസം കഴിഞ്ഞപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കൾ ഈ സഹോദരൻ അബ്ദുള്ളനെ ഒന്ന് കണ്ടിരുന്നു. അപ്പോൾ അബ്ദുള്ള അന്ന് പറഞ്ഞത് നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പം അബ്ദുള്ള തന്നെ പറഞ്ഞു, നമുക്ക് നോക്കാം, ഇതെന്താ ചെയ്യാം, എല്ലാവരും ഉണ്ട്, കോഴിക്കോടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ കൂടെയുണ്ട്, നല്ല രീതിയിൽ തന്നെ അന്വേഷണം പോകുമെന്നുള്ള ഒരു ധാരണ കുടുംബത്തിനുണ്ടായി. ശരിക്കും ഈ നടക്കാവ് പോലീസിൽ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ പറയുന്നതെല്ലാം ശരിയായി എന്ന് വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ ഈ സമയം, ഇതിപ്പോൾ ഓണത്തിൻ്റെ സമയമാണ്, കഴിഞ്ഞ 2023 ഓണത്തിൻ്റെ സമയത്ത് അധിക ദിവസവും ഇവർ കഴിച്ചു കൂട്ടിയത് നടക്കാവ് പോലീസ് സ്റ്റേഷനിലാണ്. ഈ അബ്ദുള്ളയും അതുപോലെ തന്നെ അബ്ദുള്ളൻ്റെ വേറൊരു കസിൻ ബ്രദറോട്. ആ സമയത്ത് ഇവർക്ക് തെറ്റായ മെസ്സേജുകളാണ് അന്ന് പോലീസ് കൊടുത്തത്. ചെയ്യുന്നുണ്ട്, അടുത്ത ദിവസം പ്രതിനെ പിടിക്കും, ഓരോ ദിവസങ്ങൾ ഓരോ ഡേറ്റുകൾ ഈ കുടുംബത്തോട് പറയും. അപ്പോൾ കുടുംബം എന്താ കരുതുക, ഇവർ നല്ല അന്വേഷണം നടത്തുന്നുണ്ടെന്ന് കരുതിയിരുന്ന് അവസാനമാണ് അബ്ദുള്ളയാണ് ഞങ്ങളുടെ നാട്ടുകാരെ ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത്, ഇത് ഇപ്പോൾ ഞങ്ങൾക്ക് കുറേ സംശയങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ഇത് ശരിയായ രീതിയിൽ അന്വേഷണം നടക്കാനുള്ള സംശയമുണ്ട്, നിർബന്ധമായിട്ടും നാട്ടുകാർ ഇതിൽ ഇടപെടണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ 2024 ജൂൺ 16-ാം തീയതി മാമിയുടെ നാട്ടിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത ഈ ആക്ഷൻ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ട സംശയം എന്താണ് ഇവർ പങ്കുവച്ചതിൽ? നമ്മൾ നേരത്തെ കാലത്തൊക്കെ തന്നെ ഈ ആക്ഷൻ കമ്മിറ്റി വന്നതിന് ശേഷം ഞങ്ങളെല്ലാ ഇതിൻ്റെ പ്രതിഷേധ പരിപാടികളിലും ഞങ്ങൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഇവർ ഉന്നയിച്ച പല സംശയങ്ങളും, അതായത് അബ്ദുള്ളയും കുടുംബവും ഒക്കെ പല സംശയങ്ങളും പോലീസിനോട് പറഞ്ഞാൽ അതൊന്നും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടില്ല. കൂടാതെ അന്ന് ഞങ്ങൾ കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യം കഴിഞ്ഞ ഞങ്ങളുടെ ടൗൺ ഹാളിലെ സംഗമത്തിലടക്കം പറഞ്ഞ്, പിന്നെ ഞങ്ങൾ അതിനുശേഷം ബന്ധപ്പെട്ട എല്ലാ മേലുദ്യോഗസ്ഥരോടും ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിക്കും 21-ാം തീയതി മാമിനെ കാണാതാകുന്നത് വൈകുന്നേരം 7 മണിയോട് കൂടിയിട്ടാണ്. അന്ന് 21-ാം തീയതി പകൽ സമയത്ത് മാമി കോഴിക്കോട് ബീച്ചിലെ സൗത്ത് ബീച്ചിലെ ഒരു ബിൽഡിങ്ങിൽ സുഹൃത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു കുറച്ച് സമയം. പൊതുവെ ഒരു പ്രസന്നനായിരിക്കുന്ന
ആരോടും എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും അതൊന്നും മുഖത്ത് പ്രകടിപ്പിക്കാത്ത ഒരു സ്വഭാവക്കാരനായിരുന്നു ഈ മാമി. സത്യത്തിൽ അന്ന് മാമി വെറീഡാണെന്നും മാമി നല്ല വെറീഡായിട്ടാണ് ഉള്ളതെന്ന് പിന്നീട് സുഹൃത്ത് പോലീസിലും പോയി പറഞ്ഞിട്ടുണ്ട്, കുടുംബത്തിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അവിടെ വന്നിട്ട് നിങ്ങൾ ആ ഭാഗത്തുള്ള CCTV ഒന്ന് കളക്ട് ചെയ്യണം. മാമി നല്ല വെറീഡായിരുന്നു. കൂടാതെ ആ ബിൽഡിങ്ങിൻ്റെ ഭാഗത്ത് ഏകദേശം 4ഓളം അപരിചിതരായ ആളുകളെ കണ്ടിട്ടുണ്ട്. മാമിയുടെ സാധാരണ മാമിയുടെ ആ പ്രസന്നത അന്ന് കണ്ടിട്ടില്ല എന്ന് ഇയാൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ സമയത്ത് തന്നെ പോലീസിൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ ആ ബിൽഡിംഗ് ഓണർ മാമിയുടെ സുഹൃത്ത് പറഞ്ഞിരുന്നു. എന്നിട്ട് പിന്നീട് 2 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് അവിടെ കടൽക്കാറ്റ് വന്നിട്ടതുകൊണ്ട് അവിടുന്ന് CCTV ശരിയായ രീതിയിൽ റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റിയില്ല എന്നാണ് കുടുംബത്തെ അറിയിച്ചത്. അപ്പം അവിടം മുതൽ അസ്ലം ഏതാണ്? ഒരു ഫ്ലാറ്റാണോ, അപ്പാർട്ട്മെന്റ് ആണോ? അല്ലല്ല, ബിൽഡിങ്ങാ. ഓക്കെ, അവിടെ CCTV ഉണ്ട്. അവിടെ ഷോപ്പുകളുണ്ട് കുറേ. അപ്പോൾ ഇവർ ഷോപ്പുകളായതുകൊണ്ട് തന്നെ ഇയാളുടെ ഓഫീസിലെ CCTV നോക്കി. കൂടാതെ പുറത്തുള്ള ഷോപ്പുകളൊക്കെ തന്നെ ഒരു വ്യക്തിക്ക് പോയി നോക്കാൻ പറ്റില്ലല്ലോ. പോലീസാകുമ്പോൾ ഈ ഒരു ആവശ്യം പറഞ്ഞിട്ട് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു അന്ന്. പക്ഷേ പോലീസ് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചില്ല. ഈ കേസിൻ്റെ ആദ്യഘട്ടത്തിലെ പോലീസ് അത് വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. ഇന്ന് ക്രൈംബ്രാഞ്ചിൽ പോലും പോകേണ്ട ആവശ്യമില്ലായിരുന്നു. നടക്കാവ് പോലീസ് സ്റ്റേഷൻ പറയുന്നത് അവസാനമായി ആ ബിൽഡിംഗ് ചെല്ലുമ്പോൾ സമയത്ത് ഈ പറയുന്ന മാമിയോടൊപ്പം ഒരു അപരിചിതരായ ചിലരുണ്ട്. മാമിയോടൊപ്പമല്ല, ആ ബിൽഡിങ്ങിൻ്റെ പരിസരത്ത് 4ഓളം അപരിചിതരെ കണ്ടതായിട്ട് ബിൽഡിങ്ങിൻ്റെ ഓണർ പോലീസിന് തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ്. ബീച്ച് റോഡിലുള്ള ഒരു സ്ഥലമാകുമ്പോൾ അവിടെ അപരിചിതരുണ്ടാവാൻ സാധ്യതയില്ലേ? എന്നാൽ ഈ ബിൽഡിങ്ങിനെ ചുറ്റിപ്പറ്റി നിൽക്കുമ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ ഓണർക്ക് തോന്നിയ സംശയമാണ് പ്രകടിപ്പിച്ചത്. പക്ഷേ പിന്നീട് പോലീസിനോട് അവിടുത്തെ റിക്കവറി ക്യാമറയിലെ CCTV ക്യാമറയിലെ അതൊന്ന് റിക്കവറി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പോലീസ് അതിന് തയ്യാറായിട്ടില്ല. അതായത് അസ്ലം പറയുന്നത് ഈ കേസന്വേഷണത്തിൽ തുടക്കത്തിൽ തന്നെ തുമ്പുകൾ ഇല്ലാതാക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. കാരണം ഈ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എല്ലാ പ്രതിഷേധങ്ങളിലൊക്കെ പറഞ്ഞത് കേരള പോലീസ് മികച്ച പോലീസാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ വെപ്പ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ അന്വേഷിച്ച് ശരിയായ രൂപത്തിൽ പോയിരുന്നെങ്കിൽ ഇത് എന്താണ് മാമിയുടെ ഈ തിരോധാനത്തിന് പിന്നിൽ എന്താണ് ഉണ്ടായതെന്നുള്ളത് കേരള പോലീസിന് തന്നെ, നടക്കാവ് പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയൊരു കാര്യമായിരുന്നു. കാരണം കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് പകൽ തന്നെയല്ലേ ഒരാളെ കാണാതാവുന്നത്. അപ്പോൾ പോലീസ് വേണ്ട രീതിയിൽ ഈ മാമി കേസിൽ ആദ്യഘട്ടത്തിൽ ഒരു പ്രവർത്തനം നടത്തിയതായി തോന്നുന്നില്ല. കുടുംബത്തോടൊക്കെ പറയും 30-ാം തീയതി 5-ാം തീയതി പിടിക്കുക എന്ന് പറയാമെന്നല്ലാതെ അവരൊന്നും ചെയ്തില്ല. പിന്നെ തലക്കുളത്തൂർ വരെ മാമി എത്തിയിട്ടുണ്ട്. അവിടെയാണ് ഈ ടവർഡമ്മ കിട്ടിയെന്ന് പറഞ്ഞ് നിൽക്കുകയല്ല. അത് വിശ്വസിച്ച കുടുംബം നിന്നത്. ആക്ഷൻ കമ്മിറ്റി ഏകദേശം 1 വർഷം മാമിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് 1 വർഷം പൂർത്തീകരിക്കാൻ 2 മാസമുള്ളപ്പോഴാണ് ആക്ഷൻ കമ്മിറ്റിക്ക് രൂപം നൽകിയത്. അതിനുശേഷമാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ച അന്ന് മുതൽ ഇന്ന് ഈ ചർച്ചയ്ക്ക് ഞാൻ ഇരിക്കുന്ന സമയത്തടക്കം ഈ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതിൽ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തനം നടത്തിയിട്ടുണ്ട്.